കർഷകരെ അപമാനിച്ചതിനാലാണ് കങ്കണ റണൌട്ടിനെ മർദ്ദിച്ചതെന്ന് CISF ഉദ്യോഗസ്ഥ. കർഷകർ 100 രൂപയ്ക്കാണ് സമരത്തിന് ഇരിക്കുന്നത് എന്ന കങ്കണയുടെ പരാമർശമാണ് പ്രകോപിപ്പിച്ചത്. CISF ഉദ്യോഗസ്ഥയ്ക്ക് പിന്തുണയുമായി കർഷക സംഘടനകൾ രംഗത്തെത്തി. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, എന്താണ് അകാലിദൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അടക്കം ഈ വിഷയത്തിലെടുത്തിരിക്കുന്ന നിലപാട്? വേണു, ഹിമാചലിലെ മണ്ഡിയിൽ നിന്ന് വിജയിച്ച് ഡൽഹിയിലേക്ക് പോകും വഴി ഇന്നലെ ചണ്ഡീഗഡ് വിമാനത്താവളത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ സംഭവത്തിൽ ഇപ്പോൾ ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട CISF ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത് കർഷകരെ അപമാനിച്ചൊരു സാഹചര്യത്തിലാണ് ആ ഒരു വാക്കുകളാണ് തന്നെ പ്രകോപിപ്പിച്ചത്. നേരത്തെ കർഷക സമരത്തിനെതിരെ രൂക്ഷമായ ഭാഷയിൽ കങ്കണ റണൌട്ട് രംഗത്ത് വന്നിരുന്നു. അതിനെതിരെ വ്യാപക പ്രതിഷേധമുണ്ടായിരുന്നു. ഇതിൽ ഈ ഒരു വിമാനത്താവളത്തെത്തിയ കങ്കണ റണൌട്ട് സെക്യൂരിറ്റി ചെക്കിനെല്ലാം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴായിരുന്നു CISF ഉദ്യോഗസ്ഥ തല്ലിയത്. 100 രൂപയ്ക്കാണ് കർഷകർ അവിടെ സമരമിരിക്കുന്നതെന്ന ഒരു പരാമർശമാണ് പ്രകോപിപ്പിച്ചത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ആ ഒരു പ്രതിഷേധമാണ് തന്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. കങ്കണ റണൌട്ട് ഈ ഒരു പരാമർശം നടത്തുമ്പോൾ തന്റെ അമ്മയും അവിടെ സമരം ചെയ്യുന്നൊരു തെരുവിൽ സമരവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് തന്റെ ഇത്തരമൊരു നടപടി എന്നാണ് ഇപ്പോൾ CISF ഉദ്യോഗസ്ഥ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വ്യാപകമായ പ്രതിഷേധം ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. കർഷക സംഘടനകൾ ഇപ്പോൾ കങ്കണ റണൌട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. CISF ഉദ്യോഗസ്ഥരുടെ നടപടിയെ ന്യായീകരിക്കുന്നില്ല. പക്ഷേ കങ്കണ റണൌട്ട് നടത്തിയ പരാമർശങ്ങളൊക്കെ തന്നെ അതേ നിലയിലായിരുന്നു എന്ന് ഓർക്കണമെന്നാണ് കർഷക സംഘടനകൾ അറിയിച്ചിരിക്കുന്നത്. ഇതിലൊരു വിശദമായ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം തന്നെ പഞ്ചാബിനെതിരെ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമാണ് ഇപ്പോൾ കങ്കണ റണൌട്ടിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. കാരണം പഞ്ചാബിൽ തീവ്രവാദം വളരുന്നു എന്നുള്ളൊരു പരാമർശം ഇതിന് പിന്നാലെ കങ്കണ റണൌട്ട് നടത്തുകയും ചെയ്തു. അതിലടക്കം വലിയ പ്രതിഷേധം ഇപ്പോൾ കർഷക സംഘടനകൾ അറിയിക്കുന്നുണ്ട്. ഇതിലൊരു കൃത്യമായ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നില്ല എങ്കിൽ ഈ പ്രതിഷേധം തുടരുമെന്നാണ് ഇപ്പോൾ കർഷക സംഘടനകൾ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു വലിയ പിന്തുണ CISF ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നുണ്ട്. അതേസമയം തന്നെ BJP അടക്കം രംഗത്ത് വരികയാണ്. കൃത്യമായ അന്വേഷണം നടത്തി മുന്നോട്ട് പോകും. CISF ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് BJP ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഹരിയാന സർക്കാർ ഈ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ നടപടികൾക്കായി ഇപ്പോൾ BJP മറ്റ് അടുത്ത നടപടികളിലേക്ക് കടക്കാൻ പോവുകയാണ്. അത്തരത്തിൽ ശക്തമായ പ്രതിഷേധം ഇപ്പോൾ കങ്കണ റണൌട്ടിനെതിരെ ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിയമ നടപടിയെ മുന്നോട്ട് പോകുമെന്ന് കങ്കണയും വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കങ്കണ റണൌട്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് കണ്ടത്. എന്തായാലും കങ്കണയുടെ നടപടിക്കെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയരുകയാണ്. കർഷക സംഘടനകൾ പ്രതിഷേധത്തിലാണ്. ശിരോമണി അകാലിദൾ ശക്തമായ നിലപാടുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.